കുറ്റിപ്പുറം പോലീസ് വീണ്ടെടുത്തത് നഷ്ടപ്പെട്ട 20ഓളം മൊബൈൽ ഫോണുകൾ. മൊബൈൽ ഫോൺ നഷ്ടമായവർ വിഷമിക്കേണ്ടതില്ല. കുറ്റിപ്പുറം പോലീസ് വിളിപ്പുറത്തുണ്ട്. കഴിഞ്ഞ ഏതാനും മാസത്തിനകം 20ഓളം മൊബൈൽ ഫോണുകളാണ് കുറ്റിപ്പുറം പോലീസ് ഉടമസ്ഥർക്ക് വീണ്ടെടുത്തു നൽകിയത്. വില കൂടിയ ഐഫോണുകൾ അടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഉടമസ്ഥന്റെ കൈകളിൽ തിരിച്ചെത്തി. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ PRO P വിപിൻ സേതുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. കേന്ദ്ര സർക്കാരിന്റെ www.ceir.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാരുടെ ഒട്ടേറെ മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ മാസങ്ങളിൽ നഷ്ടമായിരുന്നു. വില കൂടിയ ഫോണുകൾ മോഷണം നടത്തിയ ശേഷം പല കടകളിലും വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. ഇവയെല്ലാം പോലീസ് എത്തി തിരിച്ചുപിടിച്ചു. യാത്രക്കിടെ താഴെ വീണ് നഷ്ടമായ ഫോണുകളും കണ്ടെത്തി ഉടമസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ഫോൺ മോഷണം പോവുകയോ നഷ്ടമാവുകയോ ചെയ്താൽ www.ceir.gov.in എന്ന വെബ്സൈറ്റ് വഴി IMEI നമ്പർ നൽകി ബ്ലോക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. ബ്ലോക്ക് ചെയ്യുന്ന ഫോണിൽ ആരെങ്കിലും മറ്റൊരു സിം കാർഡ് ഇട്ട് ഉപയോഗിക്കുന്നതോടെ അവരുടെ ലൊക്കേഷനും മറ്റു വിവരങ്ങളും ലഭ്യമാകും. രാജ്യത്ത് ഇതുവരെ ഇത്തരത്തിൽ 19,14,149 മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുറ്റിപ്പുറം സ്റ്റേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പരാതികളിൽ ഒന്നാണ് ഈ ഫോൺ നഷ്ടപ്പെടുന്ന ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും ആണ് കൂടുതൽ ഫോണുകൾ നഷ്ടപ്പെട്ട് ഇവിടെ സാധാരണക്കാരായ ആളുകൾ വരുന്നത്. ഈ യാത്ര ചെയ്യുന്ന വേളയിൽ അവർ ചിലപ്പോൾ രാത്രികളിലൊക്കെ ഉറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ അവരൊന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാവാം. അങ്ങനെ ഒരു കൂടുതൽ പരാതികൾ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുന്നതും നമ്മൾ ഇതിനെ ഈ ഫോൺ കണ്ടെത്താനുള്ള കാര്യങ്ങളിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ CR, അതായത് സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി നമ്മൾ ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അതിൽ നൽകണം. അത് സാധാരണക്കാർക്ക് സ്റ്റേഷനിൽ വന്നും ചെയ്യാം. സ്റ്റേഷനിൽ വരാത്തവർക്ക് വേണമെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ വഴി ഇത് രജിസ്റ്റർ ചെയ്യാം. അതിനവരെ ഫോൺ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ലോസ്റ്റായ ഫോൺ നമ്പർ, അതിനെ അവരെ IMEI നമ്പർ, അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ സബ്മിറ്റ് ചെയ്യുക. ഫോണിൻ്റെ ഡീറ്റെയിൽസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് രജിസ്റ്റർ ആവുകയും നമുക്കത് വരികയും ചെയ്യും. ഈ സാധനത്തിന് IMEI നമ്പർ നിർബന്ധമായിട്ട് അറിയണം. അറിയില്ലെങ്കിലും നമുക്ക് സ്റ്റേഷൻ വഴി ലോഗിൻ ID ഉണ്ട്. എല്ലാ സ്റ്റേഷനിലും ലോഗിൻ ID ഉണ്ട്. ആ ലോഗിൻ ID ചെയ്യുമ്പോൾ സാധാരണക്കാരൻ്റെ ഫോൺ നമ്പർ മാത്രം മതി. അത് വെച്ച് നമുക്ക് IMEI എടുത്ത് നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൽ ആരെങ്കിലും ഈ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആരെങ്കിലും കളവ് ചെയ്ത മുതലാണെങ്കിൽ അത് ആരെങ്കിലും ഏതെങ്കിലും കടകളിൽ വിറ്റ് അത് വേറെ ആരെങ്കിലും വാങ്ങിയിട്ട് അതിൽ സിം ഇടുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. അല്ലെങ്കിൽ ഏതെങ്കിലും സിം അതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും അത് ആക്സസ് ആയ സ്ഥലം, അത് എത്ര സമയം അത് ഉപയോഗിച്ചു, ആ ഇട്ട സിമ്മിൻ്റെ നമ്പർ ഡീറ്റെയിൽ നമുക്ക് വരും. ആ നമ്പർ വെച്ചിട്ട് നമ്മളവരെ ട്രാക്ക് ചെയ്തിട്ട് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് അവരെ ഒന്നിനും കൂടെ വരുത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണോ അത് അവരിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളത് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഏകദേശം ഒരു 20-ന് മേലെ ഫോണുകൾ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവർ നന്ദി പറഞ്ഞു പോകും. അവർ ചിലർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, നമുക്ക് നന്ദി അറിയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവർ നന്ദി അറിയിച്ചത് നമുക്ക് സന്തോഷം. കാരണം കിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ പോലീസിൽ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം. അതാ ഇവിടെ ഞാൻ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഒരു ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളും ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി, അതുപോലെ തന്നെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ, അങ്ങനെ പല സ്റ്റേഷനുകളിലും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യം തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം, അതായത് ജനങ്ങളുടെ സന്തോഷം, നമ്മുടെ സന്തോഷം. ഈ ചാനൽ കുറ്റിപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.